ഞങ്ങൾ ചന്ദ്രൻ പളർന്നു എന്നുള്ളത് മാത്രമല്ല വിശ്വസിക്കുന്നത്. അത് നിങ്ങൾക്ക് അത്ഭുതമാണെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. മഹാനായ യേശുക്രിസ്തു ജനിച്ച് വീഴുന്നതിന് ശേഷം തൊട്ടിലിൽ നിന്നുകൊണ്ട് സംസാരിച്ചു. ഇന്നി അബ്ദുള്ള, ഞാൻ ദൈവത്തിന്റെ ദാസനാകുന്നു. ആത്താനിയൽ കിതാബ്, എനിക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ചു എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നാളെ ചോദിക്കാണ്, തൊട്ടിലിൽ കിടന്ന കുട്ടി സംസാരിക്കോ? ബയോളജിക്കലി പോസിബിൾ ആണോ? പോസിബിൾ അല്ല. വ്യവസ്ഥാപിതമായ ഈ പ്രാപഞ്ചിക വ്യവസ്ഥയിൽ ഒരു കുട്ടി, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഇങ്ങനെ സംസാരിക്കൂല. പക്ഷേ ഈ വ്യവസ്ഥയെ നിശ്ചയിച്ച പടച്ചവൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ കൊണ്ട് സംസാരിപ്പിച്ചു. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു സമുദ്രം രണ്ടായി പിളർത്താൻ പറ്റുമോ? പറ്റൂല. എന്നാൽ മോശെ പ്രവാചകന്റെ പ്രവാചകത്വം ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ദൈവം അത്തരത്തിലൊരു അത്ഭുതം മോശെ പ്രവാചകനിലൂടെ കാണിച്ചു കൊടുത്തു. ദൈവമാണ് പ്രവർത്തിച്ചത്, മോശെ പ്രവാചകൻ അല്ലാതെ ചെയ്തത്. യേശുവാണ് വെള്ളപ്പാണ്ട് മാറ്റിയത് എന്നല്ല പറയുന്നത്, മറിച്ച് കൃത്യമായി കൊണ്ട് തന്നെ യേശു ചെയ്തു. ഖുർആന്റെ അവസാനത്തെ വേർഡ് എന്ന് വെച്ചാൽ ബി ഇതിനില്ല. അള്ളാഹു ആണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം അള്ളാഹു, അതായത് ഏകനായ സ്രഷ്ടാവാണ് ഇത് പ്രവൃത്തി ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനോ മോശെ പ്രവാചകനോ മുഹമ്മദ് നബിക്കോ ഒന്നും ഈ അത്ഭുതങ്ങൾ ഒരു മനുഷ്യർ എന്ന നിലക്ക് അവർക്ക് ചെയ്യാൻ സാധ്യമല്ല. അവർ പ്രവാചകരായതുകൊണ്ട് അവരുടെ പ്രവാചകത്വം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദൈവം അവരിലൂടെ കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളാണിത്. അത്ഭുതം എന്ന് പറയാൻ തന്നെ കാരണം അതാണ്.